എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്നൊരു വ്യത്യസ്തമായ കുറുമ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇടിച്ചക്ക വെച്ചിട്ടുള്ള കുറുമ. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെലൈക്കൺ അമർത്തി ഓൾന്ന് പ്രസ് ചെയ്യുക. ഇവിടെ ഞാൻ 1 കപ്പ് ചെറുതായിട്ട് നുറുക്കിയ ഇടിച്ചക്കയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. കുക്കറിലിട്ടിട്ട് 1-2 വിസിലടിച്ചാൽ മതി. അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു പട്ട, 1 ഗ്രാമ്പൂ, 1 ഏലക്ക ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് ഇത്രയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മൾ അതിലേക്ക് ഒരു സവാള, ഒരു ചെറിയ സവാള മതി, വലിയ സവാളയാണെങ്കിൽ 1/4 പകുതി മതി, നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് നമ്മൾ 2 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം, 2 പച്ചമുളക്. പച്ചമുളക് അത്യാവശ്യം നന്നായിട്ട് എരിവുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, കുരുമുളകും പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1/2 മുതൽ 1/4 ടീസ്പൂണോളം വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഗരം മസാലയാണ്. അതൊരു 1/4 ടീസ്പൂണോളം മതി. കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ ഏലക്കയൊക്കെ ചേർത്തിട്ടുണ്ട്, ഗ്രാമ്പുമൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല അത്രയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളൊന്ന് മൂത്ത ശേഷം നമ്മൾ അതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് കാഷ്നട്ടാണ്. അതൊരു 5-6 വരെ ചേർത്ത് കൊടുക്കാം. ഒരു ക്രീമി ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയ ശേഷം നമ്മൾ തീ ഓഫാക്കി ഇനി നമ്മൾ ചൂടാറിയ ശേഷം അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം നന്നായി ചൂടായി നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വേറൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്ത ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇടിച്ചക്ക വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇടിച്ചക്ക വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇടിച്ചക്ക നമ്മൾ ചേർക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം, അങ്ങനെ ചേർക്കാം. അല്ലെങ്കിൽ ഈ സമയത്തൊന്ന് ഉടച്ചെടുത്താൽ മതി. കറി നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക കുറുമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ. അപ്പോൾ എന്തായാലും ഇടിച്ചക്ക സീസൺ അല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്